പകൽക്കാല ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ 19 പകലും 19 രാത്രിയിലും ദിവസഭയ ദിവസനെ താണിരിപ്പാൻ കർത്താവ് സഹായിച്ചു. വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവ് തൻ്റെ വിരുദ്ധത്തിന് നമ്മുടെ മധ്യ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഒട്ടപ്പെട്ട എല്ലാ ദൈവശബ്ദങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി കർത്തൃപാർപ്പിടത്തിലായിരുന്ന കർത്താവിൻ്റെ ദാസമാ ദിവസത്തിലായിരുന്ന എല്ലാ വിലപ്പെട്ട ദിവജനത്തിനും കർത്താവായ യേശു നാമത്തെ സ്നേഹവന്ദനത്തറിയുന്നു. വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ ബിജി അവരുടെ ഓർത്തേന് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസനെ കൂടെ ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കരങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിച്ചാണ് ശബ്ദമുയർത്തി കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ വായിച്ച വാക്യം ഇന്ന് രാത്രിയിലും വായിക്കാം. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി. പുത്രത്വത്തിൻ്റെ ആഴമായ വെളിപ്പാടിൽ ജീവിക്കാൻ സമർപ്പിതനാകുന്ന ഒരാത്മമനുഷ്യൻ തനിക്ക് ലഭ്യമായ ആത്മീക അധികാരത്തെ ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും പുത്രത്വത്തിൻ്റെ ട്രാക്കിൽ നിന്ന് മാറാതെ നിൽക്കാൻ ആത്മാർത്ഥതയോടെ പോരാടി നിൽക്കുന്ന ഒരാത്മീകൻ. അതിൻ്റെ കാതലായ മർമ്മമാണ് ഇന്ന് പകൽ നാം ധ്യാനിച്ചത്. ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി നമ്മളെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ശാരീരികമായ അഭിലാഷങ്ങളെ വചനത്തിൻ്റെ നിറവിൽ പരാജയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പൈതൽ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പിശാച് നമ്മളെ തോൽപ്പിക്കരുത്. വിശുദ്ധ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുപക്ഷെ പരസ്യമായി ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. പൗലോസ് എന്ന് പറഞ്ഞ ദൈവദാസൻ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: ദൈവം നൽകുന്ന നിർമ്മലതയിലും വിശുദ്ധിയിലും തന്നെ ഞങ്ങൾ പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യമാണ് ഞങ്ങളുടെ പ്രശംസ. എത്ര അനുഗ്രഹീതമായ ഒരാലോചന നോക്കി. ഒരു ദൈവമനുഷ്യൻ്റെ മനസാക്ഷി അയാളെ പ്രശംസിക്കുന്നു. എങ്ങനെ? ദൈവം നൽകുന്ന നിർമ്മലതയിലും വിശുദ്ധിയിലും തന്നെ ഞാൻ പെരുമാറിയിരിക്കുന്നു എന്ന് എൻ്റെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെയാണ് എൻ്റെ പ്രശംസ. അതിൻ്റെ മലയാളത്തിൻ്റെ വേറെ ഒരു ട്രാൻസ്ലേഷനകത്ത് വന്നിരിക്കുന്ന പദം, ദൈവം നൽകുന്ന നിർമ്മലതയിലും വിശുദ്ധിയിലും തന്നെ ഞാൻ പെരുമാറിയിരിക്കുന്നു എന്ന് എൻ്റെ മനസാക്ഷിയുടെ സാക്ഷ്യമാണ് എൻ്റെ അഭിമാനം. അപ്പോൾ പരസ്യമായി മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളെ പ്രശംസിക്കുമാറ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തെ കാഴ്ചവെക്കാൻ, പുത്രത്വമെന്ന് പറഞ്ഞ പദവിയിൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവവചനത്തെ ഭക്ഷിച്ച് മരുഭൂമിയിൽ പ്രാപിക്കേണ്ട ജയത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പ്രാരംഭ ദൂതുകൾ. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും. അയാളുടെ പ്രാർത്ഥനാ വിഷയം എന്താ? അയാൾ എന്തിനാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? അയാൾ എന്തിനാ പരിശുദ്ധാത്മാവിൽ നിറയുന്നത്? അയാൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? അയാൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഈ പുത്രത്വത്തിൻ്റെ ട്രാക്കിൽ നിന്ന് എന്നെ വഴിമാറ്റാൻ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സകല മരുഭൂ സമാനമായ വെല്ലുവിളികളുടെ നടുവിലും വചനത്തെ ഭക്ഷണമാക്കി ജീവിക്കുന്ന, ജയിക്കുന്ന ഒരു പുത്രത്വമാകാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഉദാത്തവും ഉന്നതവുമായ ഒരാത്മീകന്റെ പ്രാർത്ഥനയുടെ ലക്ഷണങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നു. അതാണ് അതിൻ്റെ ആദ്യ ഭാഗം. അതാ ഇന്ന് പകൽ ചിന്തിച്ച് നാം പ്രാർത്ഥിച്ചത്. 2, യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൻ്റെ മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മുകളിൽ ഒരു വിശുദ്ധ മന്ദിരമായി ദൈവാത്മാവിന് നിവാസമാകേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരമായി അവൻ നമ്മെ പണിയുന്നു. ഒന്നാമത്തെ ഭാഗം പരിശോധനയുടെ സന്ദർഭങ്ങളിലും പരീക്ഷാവേളകളിലും വചനത്താൽ തന്നെ ജീവിക്കുന്ന ഒരു പുത്രത്വമാകാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ ദൈവാത്മാവിന് വാസം ചെയ്യാൻ ദൈവം പണിയുന്ന ഒരു വിശുദ്ധ മന്ദിരമാകാനുള്ള സമർപ്പണമാണ്. അതൊരു സാന്നിധ്യം മാത്രമല്ല, അതൊരു വാസമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണോ ഈ രാത്രി നാം ചോദിക്കുന്നത്? അതോ ദൈവാത്മാവ് നിത്യമായി വാസം ചെയ്യാനുള്ള വിശുദ്ധ മന്ദിരമാകാനുള്ള സമർപ്പണമാണ് വേണ്ടത്? എല്ലാവരും സാന്നിധ്യം ചോദിച്ചു പോകും. സാന്നിധ്യം വേണ്ടെന്നല്ല. എന്നാൽ ഇന്ന് പകൽ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിന് നിത്യമായി വാസം ചെയ്യാനുള്ള വിശുദ്ധ മന്ദിരമായി ദൈവം നമ്മെ കാണുന്നു. ഇങ്ങനെ ഒരു പണി ആത്മമണ്ഡലത്തിൽ നടക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വ്യാപരിക്കുന്ന സാന്നിധ്യമല്ലത്. അതെല്ലായ്പ്പോഴും നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ആത്മാവിന്റെ വാസമാണ്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഈ ഭൂമിയിൽ ഒരു പണി നടത്തിയപ്പോൾ ആ പണികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ദൈവത്തിനായിരുന്നു. പ്രതികൂലത്തിന്റെ പ്രളയജലത്തെ ജയിക്കാൻ ഒരു പെട്ടകമുണ്ടാക്കാൻ നോഹയെ തമ്പുരാൻ വിളിച്ചു. പക്ഷേ ആ പെട്ടകത്തിന്റെ അളവ് നിശ്ചയിച്ചത് നോഹയല്ല, ദൈവമാ. ഇപ്പൊ പണിയാൻ വിളിക്കപ്പെട്ട നോഹേ, നിനക്കുള്ള നിയോഗം എന്താ? നിനക്കുള്ള നിയോഗം പണിത് പുറത്തു വരുന്ന പെട്ടകത്തെ കുറിച്ച് ദൈവത്തിന്റെ സങ്കല്പം എന്തോ അതിനകത്ത് വ്യതിചലിക്കാതെ ആ അളവിൽ ഒരു പെട്ടകം പണിയുക എന്നതാണ് നിന്റെ നിയോഗം. പണിയുന്നത് നീയാണെങ്കിലും അളവ് നിശ്ചയിക്കുന്നത് നീയല്ല, അളവ് നിശ്ചയിക്കുന്നത് ദൈവമാ. എന്തുകൊണ്ടാ ദൈവം അളവ് നിശ്ചയിച്ചത്? പ്രളയത്തിന്റെ കരുത്ത് നോഹേ നിനക്കറിയത്തില്ല. പ്രളയത്തിന്റെ കരുത്തറിയാവുന്നവൻ ദൈവം മാത്രം. അങ്ങനെയെങ്കിൽ പ്രളയത്തെ ജയിക്കാനുള്ള പെട്ടകത്തിന്റെ അളവ് നിനക്കറിയത്തില്ല, അതറിയാവുന്നത് ദൈവത്തിന് മാത്രം. അപ്പൊ വിളിക്കപ്പെട്ടവന് ദൈവം കൈമാറുന്നതെന്താ? പണിയേണ്ട പെട്ടകത്തിന്റെ അളവാ. അത് തമ്പുരാന്റെ തിരുഹൃദയത്തിൽ തമ്പുരാൻ ഡിസൈൻ ചെയ്തതാ. 150 മുഴമെന്നുള്ളത് 149 മുഴത്തിന് പണിതാൽ അതിന്റെ വാതിലടയ്ക്കാൻ യഹോവ വരത്തില്ല. നമ്മൾ പലതിലും സംതൃപ്തി അടയുന്നില്ലേ? പ്രാർത്ഥനയിലും ആരാധനയിലും അഭിഷേകത്തിലും ആത്മപകർച്ചയിലും കയ്യടിയിലും അന്യഭാഷാ ഭാഷണത്തിലുമെല്ലാം ഈ പരിധി നിശ്ചയിക്കാൻ ആരാ അനുവാദം തന്നെ? ഇവിടെ വരെ പോകാവൂ എന്ന് പറയാൻ ദൈവദാസനെ നിന്നെ ആരാ ചുമതലപ്പെടുത്തിയേ? ഇത്ര നേരം പ്രാർത്ഥിച്ചാൽ മതി, ഇത്ര നേരം ആരാധിച്ചാൽ മതി എന്ന് പറയാൻ ദൈവമക്കളെ ആരാ പറഞ്ഞേ?
പരിശുദ്ധാത്മ പകർച്ചയുടെ സാധ്യതകൾക്ക് വിരോധമായി സംസാരിക്കാൻ ആരാ നിന്നെ അനുവദിച്ച്? പരിശുദ്ധാത്മ പകർച്ച സംഭവിച്ചാൽ ഇത്രയേ വരൂ എന്ന് പറയാൻ ഇവിടെ ആർക്കാ പറ്റുന്നേ? ശമരിയ പട്ടണത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന പീലിപ്പോസേ, നിന്നെ ഗസയിലേക്കുള്ള നിർജ്ജന സ്ഥലത്ത് കൊണ്ടുപോയ ആത്മാവ, എന്നാൽ അവിടെ നിന്ന് സ്നാനം കഴിഞ്ഞ നിന്നെ ഞങ്ങൾ കണ്ടില്ല. ഈ ദൈവദാസനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഈ ഗസയിലേക്കുള്ള നിർജ്ജന വഴിയിൽ നിന്ന് ഈ മനുഷ്യൻ അസ്തോദിലേക്ക് പോയത് എങ്ങനെയാ? അത് ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാ. പ്രവാചകനായ ഏലിയ മുകളിലേക്ക് ചുഴലിക്കാറ്റിൽ പറന്ന് കയറിപ്പോകുമ്പോ ഒരു പുതപ്പ് താഴേക്ക് വരുന്നത് എങ്ങനെയാ? ഭാരമുള്ള പ്രവാചകനെ മുകളിലേക്ക് ചുഴലിക്കാറ്റ് വലിച്ചു കയറ്റിയാൽ ആമേൻ, ഭാരമില്ലാത്തൊരു പുതപ്പ് എങ്ങനെയാ താഴേക്ക് വരുന്നേ? അത് പ്രവാചകനേക്കാൾ ഉയരത്തിൽ ആ പുതപ്പ് മുകളിലേക്ക് പോകണ്ടേ? അപ്പൊ ദൈവാത്മാവ് പലതും ചെയ്യുമ്പോൾ ആമേൻ, കർത്താവെ, അങ്ങക്ക് എന്തും ചെയ്യാൻ പറ്റും. എൻ്റെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് ഞാനതിനെ അളക്കാൻ നിൽക്കുന്നെങ്കിൽ അതിനെ തകർത്ത് കളയാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നമുക്ക് കൃപ തരട്ടെ. മോശേ, കൂടാരം പണിയാൻ ഞാൻ നിന്നെ വിളിക്കുകയാ, പക്ഷെ അളവ് ഞാൻ തീരുമാനിക്കും. യഹോവ കൽപ്പിച്ച അളവിൽ മോശ കൂടാരം പണി തീർക്കുമ്പോൾ ദൈവ സാന്നിധ്യം തേജസ്സായും മേഘമായും ഇറങ്ങി നിന്നെങ്കിൽ, ഈ തലമുറയിൽ ഒരു വിശുദ്ധ മന്ദിരമായി പണിയാൻ ആത്മാവ് നമ്മെ വിളിച്ചെങ്കിൽ അതിന്റെ അളവുകൾ തീരുമാനിക്കുന്നത് ദൈവം. ഈ തലമുറയുടെ പണിക്കാരനായി പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ, ലോക സ്ഥാപനത്തിനു മുന്നമേ നമ്മെ തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഏത് നിലയിലാകണമെന്ന ഡിസൈൻ ദൈവത്തിന്റെ പക്കലുണ്ടെങ്കിൽ അത് കൈമാറി കിട്ടിയത് ആർക്ക്? പരിശുദ്ധാത്മാവിന്. പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മാതൃക പ്രകാരം നീ ഒരു കൂടാരം പണിയണമെന്ന് മോശയോട് തമ്പുരാൻ അരുളി ചെയ്തതുപോലെ എന്റെയും നിന്റെയും പൂർത്തീകരിക്കപ്പെട്ട ആത്മീക ജീവിതത്തിന്റെ കൃത്യമായ ഡിസൈൻ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ കരത്തിലിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ ഈ രാത്രി തയ്യാറാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, എന്തേ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ സംസാരിക്കുന്നു ദൈവാത്മാവ്? എന്തേ ചിലത് ചെയ്യരുതെന്നും ചെയ്യണമെന്നും ദൈവാത്മാവ് പറയുന്നു ഹൃദയത്തിൽ? പ്രവാചകൻ പോലും നമ്മോട് പരസ്യമായി പറയാത്ത ആലോചനകൾ രഹസ്യമായി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൃത്യമായും ശക്തമായും സംസാരിക്കുന്നില്ലേ? െങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം പകർന്നു കൊടുത്ത ഡിസൈൻ അനുസരിച്ച് നമ്മളെ പണിയാൻ ഈ പകൽ ദൈവാത്മാവിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ അവനെ വെച്ച് ഈ തലമുറയിൽ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് വചനം പറഞ്ഞാൽ ഈ രാത്രി സ്വീകരിക്കാൻ കഴിയുമോ? ആ നിലയിലേക്ക് നമ്മുടെ ചിന്താഗതി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ തലമുറയുടെ സംസ്കാരത്തെ ആമേൻ എനിക്ക് തോൽപ്പിച്ച മതിയാകും. ഈ തലമുറയിൽ വ്യാപരിക്കുന്ന ഒരു സംസ്കാരം, എഫേസ്യ ലേഖനം എന്താ പറഞ്ഞത്? ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിലെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്ന് മരിച്ചവരായ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയത് കൊണ്ട് ഇനി ഭൂമിയിലുള്ളതല്ല. സജീവമായി നിൽക്കുന്ന ഒരാത്മീക ജീവിതത്തിന്റെ വെളിപ്പാടല്ലേ ഈ ലേഖനം നമ്മുടെ മേൽ പകരുന്നത്? അങ്ങനെ ഒരു വെളിച്ചമാണ് നമ്മുടെ മേൽ പകരുന്നതെങ്കിൽ
നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടേണ്ട പ്രാർത്ഥനയും അതിനനുസരിച്ചാകണ്ടേ. ഇറങ്ങിത്തിരിച്ച പലരും പുത്രത്വത്തിൻ്റെ പരീക്ഷാവേദികളിൽ തകർന്നും തോറ്റും ആമേൻ യാത്രകൾ അവസാനിപ്പിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളെക്കാൾ പ്രാഗൽഭ്യത്തോടെ ഇറങ്ങിത്തിരിച്ച പലരും ആമേൻ പുത്രത്വം അനുഭവിക്കുന്ന മരുഭൂമിയിലെ പരീക്ഷാവേളകളിൽ തോറ്റുപോയി. നമ്മൾ പറഞ്ഞില്ലേ, അയാൾ പരാജയപ്പെടുന്നു, അയാൾ പിന്മാറിയെന്ന്, അയാൾ വ്യഭിചാരം ചെയ്തെന്ന്. ഒരു തലമുറ ആമേൻ നെറ്റിനും ആമേൻ മൊബൈൽ ഫോണിനും ഇന്റർനെറ്റിനും അടിമപ്പെട്ടു പോയിന്ന് നമ്മൾ പറയുന്നില്ലേ. വേദിയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ എങ്ങനെയാ ആമേൻ വിശുദ്ധ ജീവിതത്തിന്റെ പാതകളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ പെട്ടുപോയത്? നമ്മളെ സഹായിക്കാൻ ദൈവവചനവും പരിശുദ്ധാത്മ അഭിഷേകവും അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ തുടങ്ങുക ശക്തമായ പ്രാർത്ഥനകൾ. അപ്പൊ ദൈവം എന്നെ കുറിച്ച് കണ്ട ഒരു ഡിസൈൻ ഉണ്ട്. ദൈവത്തിന്റെ സങ്കല്പത്തിലെ ഒരു ഞാനുണ്ട്. ദൈവത്തിന്റെ സങ്കല്പത്തിലെ ഒരു നിങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം പണിതാൽ ഒക്കുകയില്ല, എന്റെ ഇഷ്ടപ്രകാരം പണിതാൽ ഒക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. ആർക്കറിയാം ആ ഡിസൈൻ? ആരുടെ കയ്യിലുണ്ട് ആ സ്കെച്ച്? ആരുടെ കയ്യിലുണ്ട് ആ പ്ലാൻ? പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ. ആമേൻ. അത് പലപ്പോഴും ഒത്തു നോക്കുന്നത് കൊണ്ടാ ദൈവാത്മാവ് ഇത് പോരാന്ന് നിർബന്ധിക്കുന്നേ. നമ്മളെയും ആ സ്കെച്ചിനെയും ഒത്തു നോക്കുന്നത് കൊണ്ടാ ദൈവാത്മാവ് വീണ്ടും വീണ്ടും നമ്മളെ ഉണർത്തുന്നത്. എന്തിനാ ഇപ്പൊ 21 വന്നേ? എന്തിനാ ഉപവസിക്കാൻ ഒരു സാധ്യത വന്നേ? എന്തിനാ പ്രാർത്ഥിക്കാൻ വിളിച്ചേ? എന്തിനാ ആരാധിക്കാൻ ഒരു അവസരം ഒരുങ്ങിയേ? എന്തിനാ ധ്യാനിക്കാൻ ഒരു വചനം തരുന്നേ? ആമേൻ. ഇതൊരു ചർച്ചിന്റെ ഭാഗമായതുകൊണ്ടല്ല, ഇതൊരു PMGയുടെ ഭാഗമായതുകൊണ്ടല്ല, അത് തിരുവനന്തപുരത്തുനിന്ന് നടത്താനുള്ള ഭാഗമായിട്ടുള്ളതല്ല. എവിടെയോ ദൈവാത്മാവിന് ചിലതിനെ അഴിച്ചു പണിയാനും, ചിലതിനെ പുതുക്കി പണിയാനും, ചിലതിനെ ബലപ്പെടുത്താനും, ചിലതിനെ പോളിഷ് ചെയ്യാനും, ചിലതിനെ രൂപപ്പെടുത്താനും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാമുറിയുടെ അകത്തളങ്ങളിലേക്ക് ആത്മാവിന് ചിലതിനെ കൊണ്ടുപോകാനുണ്ട്. വിശ്രമമില്ലാതെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പ്രാർത്ഥന പോരാളിയായി നമ്മളെ അവിടത്തേക്ക് മാറ്റാനുണ്ട്. കറയില്ലാതെ നിൽക്കുന്ന ഒരു ആത്മീകന്റെ ചിത്രം എഫേസ്യ ലേഖനത്തിനകത്തുണ്ട്. വ്യർത്ഥഭാഷണങ്ങൾ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയില്ലാത്തത്, ചീത്തത്തരം, ഇതൊന്നും ആകരുത്. സ്തോത്രമത്രേ ആമേൻ ആകാവൂ എന്ന് ദൈവാത്മാ പറയുമ്പോൾ, ആ വചനം വായിച്ചു വരുമ്പോൾ, ദൈവമേ, പ്രസംഗവേദിയിൽ ഞങ്ങൾ പ്രഗത്ഭരാണെങ്കിലും ആമേൻ തമ്പുരാൻ വരച്ചു വച്ചിരിക്കുന്ന സ്കെച്ചുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ വീണ്ടും എവിടെയോ തകരാറുകൾ ഉണ്ടെന്ന് ഇന്ന് പകൽ ബോധ്യപ്പെടുന്നവനാണ് ആമേൻ ഓടി പ്രാർത്ഥനാ മുറിക്കകത്ത് കയറേണ്ടത്. ആമേൻ. ദൈവാത്മാ സമാധാനത്തോടെ നിൽക്കുന്നില്ലല്ലോ, എവിടെയോ തകരാറുകൾ സംഭവിച്ചിട്ടില്ലേ? അപ്പൊ ദൈവം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഡിസൈൻ ഏതാ ദൈവമക്കളെ? ദൈവത്തിന്റെ മേഘവും ദൈവത്തിന്റെ സാന്നിധ്യം കൂടാരത്തിൽ ഇറങ്ങണമെങ്കിൽ ആ കൂടാരം ദൈവത്തിന്റെ അളവിൽ പണിയണ്ടേ? പ്രളയം വരുന്നതിന് മുൻപ് വാതിലടയ്ക്കാൻ തമ്പുരാൻ വരണമെങ്കിൽ, പ്രളയത്തെ അത് ജയിക്കണമെങ്കിൽ തമ്പുരാന്റെ അളവിൽ ആ പെട്ടകം പണിയണ്ടേ? അങ്ങനെയാണെങ്കിൽ കർത്താവുതൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ
മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ കണ്ണിമയ്ക്കും നേരത്തിൽ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമെന്ന വാഗ്ദത്ത വചനം ഇനി നിവർത്തിയാകണമെങ്കിൽ ഞാനും നീയും ജീവനോടെ ഇരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പങ്കാളിത്തം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ പകർന്നു കിട്ടിയ ആമേൻ തമ്പുരാൻ കൊടുത്ത ഡിസൈനിന് അനുസരിച്ച് പണിയപ്പെടണ്ടേ. കർത്താവ് തൻ ഗംഭീരനാഥം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം ആർക്കറിയാം? ആര് കേട്ടിട്ടുണ്ട്? ആർക്ക് പരിചയമുണ്ട്? ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദ്യരെ, കർത്താവ് തൻ ഗംഭീരനാഥം കേട്ടിട്ടുണ്ടോ? അറിയാമോ? പരിചയമുണ്ടോ? പ്രധാന ദൂതന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കാഹളം കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? ദൈവദാസന്മാർ മുട്ടുമടക്കി കൈ വിരിച്ചു പറയും, ഇല്ല, ഇതറിയാവുന്നവൻ ഒരുവൻ, പരിശുദ്ധാത്മാവിനും മാത്രം. അതാണ് ജീവിതത്തിന്റെ പ്രത്യാശയെങ്കിൽ ദൈവാത്മാവിന് കൽപ്പിച്ചു കൊടുത്ത നമ്മളുടെ നേർകാഴ്ചയ്ക്കനുസരിച്ച് പണിയപ്പെടാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനനുസരിച്ച് ദൈവാത്മാവിനോട് ചേരേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്രാർത്ഥനാ മുറിയിൽ കയറേണ്ടതുണ്ട്. ഇതൊന്നും നമ്മുടെ ഒന്നും പ്രാർത്ഥനാ വിഷയങ്ങളിലെ ഇല്ല ദൈവമക്കളെ. ദൈനംദിന ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനായി മാത്രം ആമേൻ നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ വിളിക്കാത്തവൻ്റെ തലമുറയുടെ കല്യാണം നടക്കുന്നില്ലേ? തമ്പുരാനെ ആരാധിക്കുന്നവന് വീട് വയ്ക്കാൻ പറ്റുന്നില്ലേ? ഈ കർത്താവിൻ്റെ പുസ്തകം ചുമക്കാത്തവൻ വീട് വയ്ക്കുന്നില്ലേ? അവൻ്റെ രോഗം സൗഖ്യമാകുന്നില്ലേ? ലേക്ക് ഷോറിലും SUTയിലും കിംസിലും പോയി കിടക്കുന്നവനെല്ലാം കർത്താവിനെ വിളിക്കുന്നവനാണോ? വചനം ആമേൻ ചുമക്കുന്നവനാണോ? രക്ഷാവാചകം പറഞ്ഞവനാണോ? മരുന്നിനാലും സൗഖ്യമായി ചിലത് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സുവിശേഷം അതിനപ്പുറം ഒന്ന് ചെയ്യുന്നതാ. അത് കേവലം രോഗശാന്തിക്കായും കടഭാരത്തിന്റെ പരിഹാരത്തിനായും തലമുറകളുടെ കല്യാണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അത് ദൈവം ഡിസൈൻ ചെയ്ത ഡിസൈനിനനുസരിച്ച് ഈ തലമുറയിൽ ദൈവാത്മാവ് ആത്മമണ്ഡലത്തിൽ പണിതെടുക്കുന്ന ഒരു പണിക്കായി ഒരു തലമുറയെ ഒരുക്കുന്നതാണ് സുവിശേഷം. ആ നിലകളിൽ ഇന്ന് രാത്രിയെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ മാറണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം അടുത്ത ഭാഗം വരുമ്പോൾ പരിശുദ്ധാത്മാവിന് നിത്യമായി വാസം ചെയ്യാനുള്ള വിശുദ്ധ മന്ദിരമായി നാം പണിയപ്പെടുന്നു. അതിന് അടുത്ത ഭാഗത്തേക്ക് വരിക. എന്താ ദൈവാത്മാവ് പറഞ്ഞത്? ആമേൻ. അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തമായി ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കാൻ വരം ഉണ്ടാകണമെന്നും. എവിടെയാ ബലപ്പെടേണ്ടത്? അകത്തെ മനുഷ്യൻ. എവിടെയാ സന്തോഷം? പുറത്തോ അകത്തോ? എവിടെയാ വിശ്വാസം? പുറത്തോ അകത്തോ? എവിടെയാ ധൈര്യം? പുറത്തോ അകത്തോ? ആലയത്തിൻ്റെ അകത്ത് 21 ദിവസം കൈയടിച്ച് പ്രാർത്ഥിച്ച് പാടി പോകുമ്പോഴും അവിശ്വാസവും ധൈര്യമില്ലായ്മയും ഭയവും ആകുലതയും ഉത്കണ്ഠകളും സംശയവും എല്ലാം വ്യാപരിക്കുന്നത് ദൈവമക്കളെ നമ്മുടെ അകത്താ. ബാഹ്യ മനുഷ്യനല്ലല്ലോ ഇന്ന് രാത്രി സൗഖ്യമാകേണ്ടത്. ഇന്ന് രാത്രി സൗഖ്യമാകേണ്ടത് ആന്തരിക മനുഷ്യനാ. അവൻ സൗഖ്യമാകണം, അവൻ ബലപ്പെടണം, അവൻ്റെ മേൽ വിശ്വാസത്തിൻ്റെ ചലനങ്ങൾ വെളിപ്പെടണം, അവൻ്റെ ഭയം വിട്ടുപോകണം, അവൻ്റെ സംശയം മാറിപ്പോകണം, അവൻ്റെ നിരാശകൾ അവനെ വിട്ടുപോകണം, അവൻ്റെ ആകുലതകൾ മാറിപ്പോകണം. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം നമ്മുടെ ബാഹ്യമണ്ഡലത്തിൽ ഒരു ചലനമിടുന്നത് പോലെ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിലേക്ക് ഇന്ന് രാത്രി അഭിഷേകം ഘനമായി ഇറങ്ങണം. അവൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരുത്തിനാൽ ബലം പ്രാപിക്കണം.
ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നേരിടുന്നത് സഭയായിരിക്കുമ്പോഴല്ല, നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ പുൾപിറ്റില്ല, നിന്റെ ജീവിതത്തിന് മുൻപിൽ പ്രാസംഗികനില്ല, നിന്റെ ജീവിതത്തിന് മുൻപിൽ ഇതുപോലെയുള്ള കൂട്ടമില്ല. ഉപവാസ പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളിലേക്ക് നീ കയറിപ്പോകുമ്പോൾ അവിടെ നിന്നെ ബലപ്പെടുത്തേണ്ടത് പുൾപിറ്റിൽ നിൽക്കുന്ന പ്രാസംഗികനല്ല, അവിടെ നിന്നെ ബലപ്പെടുത്തേണ്ടത് നിന്റെ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ കരുത്ത. അപ്പൊ എവിടേക്കാ പരിശുദ്ധാത്മാഭിഷേകം വ്യാപരിക്കുന്നത്? എവിടെയാ ബലപ്പെടണ്ടേ? നിന്റെ ജീവിത പ്രശ്നങ്ങളുടെ ഏകാന്തരകളിൽ നിനക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആത്മാവിൽ പോരാടാൻ കഴിയാതെ നീ തളർന്ന സന്ദർഭങ്ങൾ ഇന്നലകളിൽ ഉള്ളത് മറന്നോ? അഭിമാനം കൊണ്ട് പരസ്യമായി ഞാൻ ഭയപ്പെട്ട് നിൽക്കുന്നവളാന്ന് നീ പറയുന്നില്ലായിരിക്കും. എനിക്ക് ധൈര്യമില്ലാതാകുന്നത് നിന്റെ ഭർത്താവിനോട് നീ പറയുന്നില്ലായിരിക്കാം. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ അകത്തളങ്ങളിൽ നീ അനുഭവിക്കുന്ന അസ്വസ്ഥതകളെ പരിഹരിക്കാൻ ഈ രാത്രി ദൈവാത്മാവിന്റെ കരുത്ത് നിന്റെ അകത്തെ മനുഷ്യനിൽ ഇറങ്ങി വരണം. വരുത്താൻ ദൈവാത്മാവിന് കഴിയും. പൗലോസ് പറയുന്നു, നോക്കിയേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ വരമുണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാന്റെ വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും എമ്മവൂസിന്റെ തെരുവീഥിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എമ്മവൂസിന്റെ തെരുവീഥിയിലേക്ക് പോകുന്നവരുടെ മധ്യത്തിൽ തമ്പുരാൻ ഇറങ്ങി പ്രവചിച്ചില്ല. എന്താ പ്രവചിക്കാഞ്ഞ്? ഒരു പ്രവചനം പോലും സ്വീകരിക്കാൻ പാകത്തിൽ അവരുടെ ഹൃദയം കത്തുന്നില്ല. ഇപ്പോ അണഞ്ഞുപോയി. അണഞ്ഞുപോയ ഹൃദയമായി എമ്മവൂസിന്റെ തെരുവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങിയവൻ തിരുവെഴുത്തുകളിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. ദൈവവചനത്തിന്റെ അഭിഷേകം അവരിലേക്ക് പകരപ്പെടുമ്പോൾ വചനം പറയുന്നു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിയില്ലേ? അപ്പോ ഈ പുറപ്പാടുകളുടെ നിയോഗം മറന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ മധ്യത്തിൽ ക്രിസ്തു വന്നാൽ അവരുടെ ഹൃദയം കത്തും. അവരെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നത് ആ നാഴികയിൽ അവർ തിരിഞ്ഞെന്ന. 2 ദിവസം കഴിഞ്ഞല്ല, 21 പൂർത്തീകരിച്ചിട്ടല്ല. ഏത് നിമിഷമാണോ നിന്റെ ഹൃദയം കത്തുന്നത് ആ നിമിഷം നിന്നിൽ മടക്കയാത്ര തുടങ്ങും. ഇതുവരെ സഞ്ചരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിജയത്തിന്റെ യാത്ര, വിജയത്തിന്റെ ശുശ്രൂഷ, വിജയത്തിന്റെ ആത്മീക ജീവിതം, സംതൃപ്തിയുള്ള പ്രാർത്ഥനാ ജീവിതം നിന്റെ മേൽ പകരപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഉള്ളത്തെ കത്തിച്ച് നിന്നെ തിരിക്കാൻ തമ്പുരാൻ അനുവാദം കിട്ടണം. അപ്പോൾ നിരാശയുടെ യാത്ര നടത്തുന്ന 2 പേരുടെ മധ്യത്തിൽ കർത്താവ് വന്നാൽ അവരുടെ ഹൃദയം കത്തുമെങ്കിൽ ആ കർത്താവ് സ്ഥിരമായി ഹൃദയത്തിൽ വസിക്കത്തക്ക തരത്തിൽ വരമുണ്ടായാലോ? അത് വല്ലപ്പോഴും വന്നു പോകുന്നൊരു സാന്നിധ്യമോ നിത്യമായി വാസം ചെയ്യുന്ന വരമോ? ഉപവാസ പ്രാർത്ഥനയുടെ ദിനങ്ങളിൽ നാം തേജസ്സുള്ളവരും ഓജസ്സുള്ളവരുമാ. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നീ ഇങ്ങനെയാ. അവിടെ നിന്നെ കത്തിക്കുന്നത് ഒരു പ്രവചനമല്ല, അവിടെ നിന്നെ കത്തിക്കുന്നത് വചനത്തിന്റെ അഗ്നിയാ.
നോക്കൂ, ഒരു കൂട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മ നിറവിൽ ഒരു ദൈവദാസൻ നടത്തുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എന്നോ നമ്മിൽ നിന്ന് അന്യപ്പെട്ടില്ല ദൈവമക്കളെ. പൗലോസ് നടത്തിയ പ്രാർത്ഥനയുടെ അർത്ഥം അറിയാൻ നമുക്ക് ഉപവസിക്കേണ്ടി വന്നു. ബൈബിൾ കോളേജുകളിൽ പഠിച്ച ദൈവദാസന്മാരില്ലേ? പൗലോസ് നടത്തിയ പ്രാർത്ഥനയുടെ അർത്ഥം അറിയാൻ ബൈബിൾ കോളേജുകളിൽ കുഞ്ഞുങ്ങൾ പഠിച്ചു. നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ അർത്ഥം അറിയാൻ ഒരുത്തന് പഠിക്കേണ്ടി വരുമോ? നമ്മൾ സ്ഥിരമായി നടത്തുന്ന പ്രാർത്ഥനകൾ എഴുതി വച്ചിട്ട് നമ്മൾ തന്നെ വായിച്ചാൽ നമുക്കിട്ട് അടിച്ചിട്ട് എഴുന്നേറ്റ് പോകും. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനും ധ്യാനിക്കാനും ഒന്നുമില്ല. ജാതികൾ നടത്തുന്നത് പോലെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി മാത്രം തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോകുന്ന അവനൊരു സാധാരണയിൽ താഴെ നിൽക്കുന്നൊരു പ്രാർത്ഥന. എന്നാൽ ഇവിടെ വെളിപ്പാട് വ്യാപരിച്ച അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം തലമുറകൾ ധ്യാനിച്ചു തീർന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല അതിൻ്റെ ആഴം. നാളെ വീണ്ടും ഇതുമായിട്ടിരിക്കുമ്പോൾ വേറൊരു മേഖലയാണ് തമ്പുരാൻ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു തലമുറയ്ക്ക് ധ്യാനിക്കാൻ പാകത്തിൽ ആമേൻ പ്രാർത്ഥിച്ച മനുഷ്യനായി ഇദ്ദേഹമെങ്കിൽ അയാളുടെ മേൽ വ്യാപരിച്ച പ്രാർത്ഥനയുടെ അഭിഷേകം എത്ര കനത്തറാതെ മക്കളെ. ആമേൻ. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് അതിൽ. എഫെസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒക്കെ പൗലോസ് നടത്തിയ പ്രാർത്ഥനകൾ ഉപവാസ പ്രാർത്ഥനകളുടെ പ്രഭാഷണ വിഷയമായി. എന്നിട്ടും തീരുന്നില്ല. ആ പ്രാർത്ഥന മനുഷ്യനാ നമ്മോട് പറയുന്നേ. അതിശക്തമായ പ്രാർത്ഥനയ്ക്കായി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് ഞാൻ 5 അധ്യായങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. അല്ലേ? വായിച്ച വാക്യതല്ലേ? സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഹേ പൗലോസേ, ഇത്ര ആഴമായി പ്രാർത്ഥിക്കാൻ കൃപയുള്ള നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങളൂടെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും അങ്ങയുടെ പ്രാർത്ഥനയും തമ്മിൽ വെച്ചാൽ അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് 100 മാർക്ക് ഇട്ടിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് 1 മാർക്ക് ഞങ്ങൾ ഇടുകയില്ല. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ഇങ്ങനെ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് 5 അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നു ദൈവാത്മാവ്. നീ ശക്തമായി പ്രാർത്ഥനാ ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ പണിയപ്പെടേണ്ട നിരവധി ഘടകങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെന്ന് നീ ഗ്രഹിക്കണമെന്ന് ദൈവം പറയുന്നില്ലേ? അതല്ലേ ആദ്യം ഇദ്ദേഹം പറഞ്ഞത്? നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭ്യമായിട്ട് ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് വെളിപ്പാടിൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പാകത്തിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിളിയാലുള്ള ആശ ഇന്നത്, വിശുദ്ധന്മാരിൽ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത്. എന്താ തമ്പുരാൻ പറഞ്ഞത്? 1, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. 2, നിങ്ങൾ വിശുദ്ധന്മാരാണ്. 3, നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അത് അവനിലും വ്യാപരിച്ചു. മരിച്ചവരുടെ ഇടയിൽ അവനെ ഉയർപ്പിച്ചു. സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും നിലവിലുള്ള നാമങ്ങൾക്കും വരാനിരിക്കുന്ന നാമങ്ങൾക്കും മേലായ നാമമായി അവനെ ഉയർത്തി. സകലതും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അവൻ കൊടുത്തു. ഓക്കെ,
പുത്രത്വം പറഞ്ഞ് ദൈവൈതല എന്ന് പറഞ്ഞ് മരുഭൂമിയിലെ യുദ്ധത്തിൽ വിജയിക്കണം എന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് നമ്മളെ എവിടെയാ കൊണ്ട് നിർത്തുന്നത് നോക്കിയേ. നീ ക്രിസ്തു ശിരസായിരിക്കുന്ന ഒരു ശരീരത്തിലെ അവയവമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമ്പുരാൻ പറഞ്ഞത് കേട്ടോ. ആമേൻ. രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യമാകാൻ ആമേൻ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി മതിയായിരുന്നു. അതൊരു ജനക്കൂട്ടത്തിന് നടുവിൽ അത്യാവശ്യം സൗഖ്യമാകാൻ ഓടിച്ചെന്ന് തൊട്ടു പ്രാപിക്കുന്ന സൗഖ്യമാ. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്നല്ല, നീ ആ ശരീരത്തിലെ അവയവമാകയാൽ ക്രിസ്തുവെന്ന ശിരസിൽ നിന്ന് ഡയറക്റ്റായി ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നീ സൗഖ്യമാകേണ്ടവനാ. ഓടി വന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കാനുള്ളവനല്ല, ഒരു ബന്ധം നിലനിർത്തി പ്രാപിക്കാനുള്ളവനാ. അപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ സാധ്യത വാസ്തവത്തിൽ ബദ്ധപ്പാടില്ലാതെ പ്രാപിച്ചത് രക്തസ്രാവക്കാരി സ്ത്രീയാണ്. അവൾക്ക് അവളുടേതായ ബദ്ധപ്പാടന്നുണ്ടെങ്കിലും ഓടി വന്നിന്ന് രാത്രി വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ശക്തി ചോർത്തിയെടുത്ത് സൗഖ്യമാകാൻ പറ്റുകയില്ല നിനക്ക്. ആമേൻ. ക്രിസ്തു എന്ന ശിരസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശരീരത്തിലെ അവയവമെന്ന നിലകളിൽ ബന്ധങ്ങളെ പണിയാതെ, ആ ബന്ധങ്ങളിൽ വിശ്വസ്തനായി തീരാതെ, ആമേൻ, ആ അവയവത്തോട് ചേർന്നിരിക്കാതെ ഒരു സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിക്കുന്നില്ല. സൗഖ്യം ആഗ്രഹിക്കുന്നു. ദൈവദാസന്റെ കൈവപ്പല്ല ഇന്ന് രാത്രി വേണ്ടത്. സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെയെങ്കിൽ വിശ്വാസിയായി മാറ്റപ്പെട്ട നീയും ഞാനും ഏത് സമയം സൗഖ്യമാകും. അതിനൊരു യോഗം വേണമെന്നില്ല, അതിന് നീ ചർച്ചിൽ വരണമെന്നില്ല, രോഗശാന്തിക്കായി വരണമെന്നില്ല. ഒരു ബന്ധം ആഴമുള്ളതാണെങ്കിൽ നീ ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ നീ സൗഖ്യമാകും. ചർച്ചിൽ വരണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് ഈ ചർച്ചുമായിട്ടുള്ള ബന്ധം വിട്ട് വീട്ടിയിരിക്കാനല്ല. വിജയഞ്ചൽ അങ്ങനെ പ്രസംഗിച്ചിട്ട് പോയ നാളെ പറയരുത്. ബന്ധം ക്ലിയർ ആണെങ്കിൽ നീ പോലും അറിയാതെ നീ സൗഖ്യമാകും. നിന്നോട് ചോദിച്ചിട്ടല്ല നിന്റെ കൈവിരലിലേക്ക് രക്തം ഒഴുകി വരുന്നത്. നിന്റെ ശിരസിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം നിന്റെ അവയവങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് നീ അറിയണമെന്നില്ല. ഇപ്പോഴും നീ അറിയാതെ ഇരിക്കുമ്പോഴും നിന്റെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ കൃത്യമായ നിലകളിൽ നടക്കുന്നത് പോലെ കർത്താവുമായിട്ടുള്ള ബന്ധം കൃത്യമാണെങ്കിൽ നീ പോലും അറിയാതെ നിന്നെ സൗഖ്യമാക്കത്തക്ക തരത്തിൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ടെന്ന് ഉഡാമാനാഥന സന്ദരാജനാഥന ആ വചനത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് രാത്രി രോഗശക്തികൾ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. വർഷങ്ങളായി വ്യാപരിക്കുന്ന പാരമ്പര്യ രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോ. സഭയുടെ അധികാരം ഈ രാത്രി ഒരു കൈവപ്പില്ലാതെ നീ സൗഖ്യമാകണം. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഈ രാത്രി രോഗബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകണം. അന്തരാജ വർദ്ധകെട്ട വാദകർമ്മ ധീരയാന ദുംബവാദി ഒക്ഷാരി സ്വീകരിക്കാൻ ആ വചനത്തിന്റെ സൗഖ്യം.
ഏത് സമയവും സംഭവിക്കാം. ഒരുപക്ഷെ ഇന്ന് രാത്രി നീ മടങ്ങിപ്പോകുമ്പോൾ സംഭവിച്ചെന്ന് വരാം. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ സംഭവിച്ചെന്ന് വരാം. ഇന്ന് രാത്രി വരെ നിന്റെ മേൽ ഉണ്ടായിരുന്നത് നാളെ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ അതവിടെ ഉണ്ടായില്ലെന്ന് വരാം. കർത്താവേ, ഇതൊന്ന് കാണാൻ, പ്രാപിക്കാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണിനെ ഒന്ന് തുറക്കാൻ ആളുകളായി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത് അവിടെ ഇരിക്കാൻ അനുവാദമില്ലാത്ത തരത്തിൽ സജീവമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവശക്തിയുടെ ഒഴുക്കിനകത്താ നീ. പോയി ചെന്ന് തൊട്ടിട്ടല്ല, ഈ വിരലിലേക്ക് ജീവൻ വ്യാപരിക്കുന്നത്. ഈ വിരൽ ഇവിടെ തൊട്ടിട്ടല്ല, ഈ ശിരസുമായി ബന്ധപ്പെട്ട ഒരു ശരീരത്തിൽ മുറിഞ്ഞു മാറാത്തൊരവയവമായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ അടുത്തിരിക്കുന്നവനിൽ നിന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഒരുവനിൽ നിന്ന് ഒരുവനിലേക്ക് പകരപ്പെടുന്ന ഒരു ആത്മപകർച്ചയുണ്ട്. ആമേൻ. അപ്പൊ ഒന്ന് പുത്രത്വത്തിന്റെ അധികാരമാണെങ്കിൽ, രണ്ട് സഭയുടെ വെളിപ്പാടാ, മൂന്ന് വിശുദ്ധ മന്ദിരത്തിന്റെ അളവാ, നാല് അകത്തെ മനുഷ്യന്റെ ബലമാ. ഇങ്ങനെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ഈ വചനങ്ങളെ ധ്യാനിച്ചു പോയാൽ ആ മനുഷ്യൻ ഏത് നിലയിൽ പ്രാർത്ഥിക്കും? ചിലപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അവന് വേഗത്തിൽ എഴുന്നേൽക്കാൻ കഴിയാതെ വന്നേക്കാം. പ്രാർത്ഥനാപായിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ മുറിയാതെ വന്നേക്കാം. ഇതുവരെ നമ്മുടെ മേൽ വ്യാപരിച്ച വിരസതയോ അലസതയോ നിദ്രയോ ക്ഷീണമോ ഒന്നുമില്ലാതെ ദീർഘസമയം ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് തന്നെ ഇരുന്നെന്ന് വരാം. ഒന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ജാതികളായിരുന്നു എന്നാ പറഞ്ഞേ. നാലാമത്തെ അധ്യായത്തിൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്, അരുത്. അജ്ഞാനം നിമിത്തം, അന്ധബുദ്ധികളായി, ഹൃദയകാഠിന്യ നിമിത്തം ജാതികൾ നടക്കുന്നത് പോലെ ഇനി നടക്കരുത്. ആ വാക്യം വായിച്ചാൽ ഏതൊക്കെ മേഖലകൾ പ്രാർത്ഥിക്കുന്നു നോക്കിയേ. അജ്ഞാനം, അന്ധബുദ്ധി, ഹൃദയകാഠിന്യം. ഈ മേഖലകളെ പ്രാർത്ഥനയിൽ ആരെങ്കിലും തൊടുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ടാണ് തമ്പുരാൻ പറഞ്ഞേ, ചതിമോഹങ്ങളാൽ, മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. അപ്പം എന്താ സംഭവം? സംഭവം കൃപയിലാണേലും ചർച്ചിലാണേലും ശുശ്രൂഷയിലാണേലും പല സമയത്തും ഒരു പഴയ മനുഷ്യൻ വെളിപ്പെട്ടു വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പഴയ മനുഷ്യൻ നമ്മിൽ രൂപപ്പെടാൻ കാരണം ആരാ? തമ്പുരാനല്ല. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് നീ നടത്തിയ നീ ജീവിച്ച ഒരു ശൈലിയുണ്ട്. തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുന്നമേ നാം ജീവിച്ച ഒരു ജീവിത ശൈലി, അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു മനുഷ്യൻ.
ചത്തുപോയ പൂർണ്ണമായി അറിയത്തില്ല, അവസരം വരുമ്പോൾ അറിയാം. സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ അറിയാം ഒരു ആത്മീയനാണോ അതോ പഴയ മനുഷ്യനാണോ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവാത്മാവ് നമ്മളെ എങ്ങനെയാ നിർത്തുന്നത് നോക്കിയേ. ഈ പഴയ മനുഷ്യനെ പരിപൂർണമായി ഉരിഞ്ഞ് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. ഇവിടെ വിവേചിക്കുന്നത് നമ്മളെയാ. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ, അവസ്ഥകൾ പ്രതികൂലമാകുമ്പോൾ നമ്മിലൊരു പഴയ മനുഷ്യൻ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നോ എന്ന് അപരനല്ല അറിയാവുന്നത്, നമുക്കറിയാവുന്നത് മനുഷ്യനോ. അപ്പൊ ഏത് സാഹചര്യത്തിലും ദൈവം നമ്മിൽ ആര് വെളിപ്പെടണമെന്നാ ആമേൻ ആഗ്രഹിക്കുന്നു നോക്കി. ക്രിസ്തുവിലെ പുതുമനുഷ്യൻ. അത് കുടുംബത്തിനകത്തോ തൊഴിൽ മേഖലയിലോ യാത്രാ വഴികളിലോ ആലയത്തിലോ എവിടെയും ഇതാ വെളിപ്പെടണ്ടേ. ആമേൻ. അവിടെയാ നമ്മുടെ പ്രശ്നം. 7 തുടങ്ങുന്ന മീറ്റിംഗ് 8:30 അവസാനിക്കുമ്പോൾ 1.5 മണിക്കൂർ ഒരു ആത്മീയനായിട്ട് ഇരിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ പ്രസംഗവും പാട്ടും കയ്യടിയും ഈ ഡിസ്പ്ലേയും പ്രൊജക്ടറും ഒക്കെ ഉള്ളൂ. ഇവിടെ എല്ലാവരും ആത്മമനുഷ്യൻ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ആരാ? പഴയ മനുഷ്യനോ പുതുമനുഷ്യനോ? ചെറുപ്പക്കാരാ, നീ ഒറ്റയ്ക്കൊരു മുറിക്കകത്തിരിക്കുമ്പോ നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ലാപ്ടോപ്പിന്റെ മുമ്പിൽ കുഞ്ഞേ, നീ പുതുമനുഷ്യനോ പഴയ മനുഷ്യനോ? നിന്റെ അപ്പനും അമ്മയും ചാരത്തില്ലാതെ വേറൊരു സ്ഥലത്ത് നീ പഠിക്കാൻ പോകുന്ന ക്യാമ്പസിൽ നീ പുതുമനുഷ്യനോ പഴയ മനുഷ്യനോ? സ്വന്തമായി നീ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുമായി നീ ഒറ്റയ്ക്കിരിക്കുമ്പോ നീ പഴയ മനുഷ്യനോ പുതുമനുഷ്യനോ? വ്യർത്ഥമായ ജീവിത ശൈലിയിൽ നിന്ന് രൂപം കൊണ്ട പഴയ മനുഷ്യനെ അതിന്റെ ചെയ്തികളോടുകൂടെ ഉരിഞ്ഞ്, അതാ സുവിശേഷം. ആലയത്തിന്റെ അകത്തും പുൽപ്പിറ്റിലും ആത്മമനുഷ്യനായിട്ട് നിൽക്കാൻ ആർക്കും പ്രയാസമില്ല, എനിക്കും പ്രയാസമില്ല. 4 ദിവസം നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ തമ്പുരാൻ മാത്രം കാണുന്ന എൻ്റെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ഒരാത്മമനുഷ്യനെ സംഭാവന ചെയ്യാൻ എനിക്ക് പ്രയാസമാണ്. ആമേൻ. നിന്റെ കൂട്ടുകാരുടെ നടുവിൽ നീ ആത്മമനുഷ്യനോ പഴയ മനുഷ്യനോ? നീ പോകുന്ന ക്യാമ്പസിനകത്ത് നീ പഴയ മനുഷ്യനോ പുതുമനുഷ്യനോ? നിന്റെ വീട്ടിലിരിക്കുന്ന ടിവിയുടെ മുമ്പിൽ നീ പഴയ മനുഷ്യനോ പുതുമനുഷ്യനോ? സുവിശേഷം ശക്തിയോടെ വെളിപ്പെട്ടു വരേണ്ടത് അവിടെയാ. ആമേൻ. അതിന് കേവലം ഒരു വാക്ക് പ്രാർത്ഥിച്ചു പോകുന്ന സാധാരണ ആത്മീക ജീവിതം മതിയാകത്തില്ലെന്ന് ആത്മയുദ്ധം ചെയ്ത ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാ പറഞ്ഞെങ്കിൽ ഈ രാത്രി ആ വെളിപ്പാടിലൊന്ന് എഴുന്നേക്കാൻ ആർക്കെങ്കിലുമൊക്കെ കഴിയുമോ?
ആമേൻ. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഇപ്പൊ ഇങ്ങനെ ഒരാത്മ മനുഷ്യനെ നമുക്ക് വെളിപ്പെടുത്തണം. അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതിശക്തമായൊരു പ്രാർത്ഥനയുടെ പോരാട്ടം നടക്കണം. അത് വ്യക്തിപരമാണ്. യൂത്ത് ക്യാമ്പുകളിൽ തകർന്ന് തരിപ്പണമായി വരുന്ന 100 കണക്കിന് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സാക്ഷ്യങ്ങൾ കേട്ടാൽ ഭയപ്പെടത്തക്ക തരത്തിൽ ഒരു തലമുറ തകർക്കപ്പെടുമ്പോൾ ഈ നിലകളിൽ വചനത്തെ ധ്യാനിച്ചു പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്ത് ഇതിങ്ങളുടെ മേൽ കിടക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർത്ത് കളയാൻ ഇന്ന് രാത്രി ഒരു സഭയ്ക്ക് എഴുന്നേക്കാൻ പറ്റുമോ? കോട്ടയത്തുള്ളൊരു കൊച്ചൻ പഠിക്കാൻ പോയി. അന്ന് രാത്രി പല വർഷങ്ങൾ തകർന്നു പോയി ആ പയ്യൻ. ഒരു രാത്രി 12 മണിക്ക് തമ്പുരാൻ അവനെ മുറിക്കകത്തിറങ്ങി. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. രാത്രി 12 മണിക്ക് തുടങ്ങിയ ദർശനം 5 മണി വരെ പോയി. 5 മണിയായപ്പോൾ മരിച്ചു കിടക്കുന്നൊരു കാഴ്ച തമ്പുരാൻ അവനെ കാണിച്ചു. മടങ്ങി വന്ന് കർത്തൃമേശയെടുത്ത്, എൻ്റെ ശരീരത്തിന്റെ ഭാഗമാകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്കിത് സംഭവിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞു. പ്രവാചകനല്ല. പുലർച്ചയിൽ പഠിക്കാൻ പോയ ചെറുക്കൻ അവിടുന്ന് വണ്ടി കയറി നാട്ടി വന്നു. കരഞ്ഞുകൂവി നിലവിളിച്ച് ആലയത്തിൽ കയറി. ഏറ്റുപറഞ്ഞ് നിലമ്പാട് വീണ് അവൻ കർത്തൃമേശയെടുത്തു. ആഴ്ച വീണ്ടും പോയി മടങ്ങി. ശനിയാഴ്ച രാത്രിയായപ്പോൾ ചെറുക്കൻ വീണ്ടും വണ്ടി കയറി. അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിനോട് ചേർന്ന് ആരാധിക്കാതെ എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. നമ്മളൊക്കെ ഒരു ആത്മീകാരാധനയിൽ ഒരുത്തനൊന്ന് ചലിച്ചാൽ നമ്മൾ അവനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ വീട്ടിൽ കുത്തിയിരുന്ന് ക്രിക്കറ്റ് കണ്ടോണ്ടിരുന്ന് സച്ചിൻ അടിക്കുമ്പോ കസേരമ്പൊക്കെ ചാടിയാൽ അച്ചായ മിണ്ടുകയല്ല. എല്ലാം മറന്ന് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ മുമ്പിൽ ആമേൻ നാം ചലിക്കാത്ത നിരയിൽ ഒരുത്തൻ ചലിച്ചാൽ നാം അസ്വസ്ഥരാ. സച്ചിൻ ബാറ്റെടുത്ത് കറക്കുമ്പോ ഇവൻ തുള്ളിച്ചാടിയുമ്പോ അച്ചായ നിന്റെ നാക്കവിടെ പോയായിരുന്നു. നിന്റെ വീട്ടിലല്ലേ ചെറുക്കൻ ചാടിയേ? അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നടന്ന ചലനം അവൻ ബാഹ്യമായി പ്രകടിപ്പിച്ചപ്പോ നീ മൗനം പാലിച്ചെങ്കിൽ, ആലയത്തിന്റെ അകത്ത് തമ്പുരാനുമായി സംസാരിക്കുന്ന സമയത്ത് ഒരുവന്റെ ഹൃദയത്തിന്റെ അകത്ത് നടക്കുന്ന ചലനത്തിനനുസരിച്ച് അവൻ ചലിച്ചെന്ന് വരാം. ആമേൻ. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കത്തക്ക തരത്തിൽ ആത്മീയാരാധനയിൽ ചലിക്കുന്ന ഒരു തലമുറയെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് ഒരുവൻ വിധേയപ്പെട്ടാൽ അവന്റെ ചലനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നത്. നിനക്കറിവാറില്ല. ഈ പഴയ മനുഷ്യനെ തകർക്കണമെങ്കിൽ
അവന്റെ മേൽ അതുപോലെ വചനത്തിന്റെയും ആത്മാവിന്റെയും പകർച്ച വ്യാപരിക്കണം ദൈവമക്കളെ. ആലയത്തിന്റെ അകത്ത് വന്ന് ഭവ്യതയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിറങ്ങി പോകുന്ന കുഞ്ഞുങ്ങൾ രഹസ്യമണ്ഡലത്തിൽ തകരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അവിടെ നയിക്കുന്ന ജീവിതം കണ്ടിട്ടുണ്ടോ? ആലയത്തിന്റെ അകത്ത് ഒരു ഭവ്യരാധ മക്കളെ, ജയിക്കാൻ കഴിയാതെ തകരപ്പെടുന്ന ഒരു തലമുറയുണ്ട്. ഇതിങ്ങളെ തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മ പകർച്ചയുടെ പ്രവാഹമല്ലാതെ മറ്റൊരു വഴിയില്ല. ഇതാ സുവിശേഷം ചെയ്യണ്ടേ. പാപത്തിന് കീഴടക്കാൻ കഴിയാത്ത തരത്തിൽ ആത്മശക്തി വ്യാപരിക്കുന്ന ഒരു തലമുറയാണ് സഭ ജനിപ്പിക്കേണ്ടത്. ആ നിലകളിലാണ് എഫേസ്യ ലേഖന ധ്യാനം പോകുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്. കൊടുക്കരുത്. ആര് കൊടുക്കരുത്? ഈ വെളിപ്പാടുള്ളവൻ കൊടുക്കരുത്. പിശാചിന് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള നിലകളിൽ ഇന്ന് രാത്രി ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വലിച്ച് അടയ്ക്കാൻ ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. കണ്ടോ, പുത്രത്വം 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ പ്രിയ മക്കളാ, ദൈവത്തെ അനുഗമിക്കുന്നവരല്ല, ദൈവത്തെ അനുകരിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ കാലക്രമേണ ആമേൻ ക്രിസ്തു എങ്ങനെ ചലിച്ചോ, ക്രിസ്തു എങ്ങനെ പെരുമാറിയോ, ക്രിസ്തു എങ്ങനെ ജീവിച്ചോ, ക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നോ, ക്രിസ്തുവിന്റെ സൗമ്യത എന്തായിരുന്നോ, ക്രിസ്തുവിന്റെ ശാന്തത എന്തായിരുന്നോ, അതേ നിലകളിൽ ഏറ്റുവാങ്ങി ഇനി ഞാനല്ല, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും തിന്നോണ്ട് വന്നവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോന്ന്? ഇതൊന്നുമില്ലാതെ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന നമ്മളെ നോക്കി ഇതുവരെ ഒരുത്തനും ചോദിച്ചില്ല, നീ ക്രിസ്തുവോന്ന്? അയാൾക്ക് വസ്ത്രത്തിൽ വ്യത്യാസമില്ല, വേഷത്തിൽ വ്യത്യാസമില്ല, അയാൾ മൊത്തത്തിൽ വ്യത്യസ്തനാണ്. എന്നിട്ടും ജനം ചോദിച്ചു, ക്രിസ്തു അല്ലേ? നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് ആരും ചോദിക്കുന്നില്ല, നീ ക്രിസ്തു ആണോ? വിശ്വാസത്തിൽ വരാത്ത ഭർത്താവ് വിശ്വാസിയായ ഭാര്യയോട് ചോദിക്കുന്നു, എന്താ നമ്മൾ തമ്മിൽ വ്യത്യാസം? നീ പാടിയിട്ട് എന്നോട് വഴക്കുണ്ടാക്കും, ഞാൻ പാടാറ് നിന്നോട് വഴക്കുണ്ടാക്കും. വിശ്വാസത്തിൽ വരാത്ത അയൽവക്കക്കാരൻ നമ്മോട് ചോദിക്കും, നീ അന്യഭാഷ പറഞ്ഞിട്ട് നീ എന്നോട്, ഞാൻ പുസ്തകം തൊടാതിരിക്കുമ്പോഴും വഴക്കുണ്ടാക്കും, എന്താ വ്യത്യാസം? ആമേൻ. നിർഭാഗ്യവശാൽ പെന്തിക്കോസുകാരായ നമ്മൾ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ തന്നെ ഇതുകൊണ്ട് പറയും പെന്തിക്കോസ് ശരിയല്ലെന്ന്. പുറമല്ല പറയുന്നത്, പിന്നെ നമ്മൾ തന്നെയാണ് പറയുന്നത്. ഈ മേഖലകളിൽ സജീവമായ വിജയം തരാൻ ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ നിദ്രയുടെ മണിക്കൂറുകൾ കുറയും. ദൈവവൈതലേ, നിന്നെ രാത്രിയാമങ്ങളിൽ ഒരാൾ തട്ടി എഴുന്നേൽപ്പിക്കും. ദൈവദാസ, നിനക്ക് ഈ നിലകളിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ കഴിയാത്ത നിലകളിൽ ഇന്ന് രാത്രി ഒരാത്മാവിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴും. ദൈവദാസനെ, കാതലായ ദൂതുകൾ സംസാരിച്ച് ദൈവാത്മാവ് അതിനെ ഉപസംഹരിക്കാനായിട്ട് വരുമ്പോൾ
നോക്കൂ, ഇതുവരെ ആത്മമണ്ഡലത്തിലല്ലേ നിർത്തിയത്? പുത്രത്വം, ദൈവസഭ, വിശുദ്ധ മന്ദിരം, അകത്തെ മനുഷ്യൻ, ക്രിസ്തുവിലെ പുതുമനുഷ്യൻ, പിശാചിനിടം കൊടുക്കാത്തവൻ, ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ പറഞ്ഞിട്ട് ഈ ദൂതുകൾ ഉപസംഹരിച്ചു വരുമ്പോ തമ്പുരാൻ വിളിക്കുന്നു, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, ദാസന്മാരെ, യജമാനന്മാരെ. അപ്പോ ആത്മമണ്ഡലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ലോ, ആത്മമണ്ഡലത്തിന്റെ പണികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നേരെ ഇറങ്ങി വന്നത് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്കാ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, യജമാനന്മാരെ, ദാസരെ. ഇപ്പൊ കുടുംബജീവിതത്തിന്റെ ഭദ്രത, കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പ്, കുടുംബജീവിതത്തിന്റെ വിശ്വസ്തത, കുടുംബജീവിതത്തിന്റെ ഭംഗി, കുടുംബജീവിതത്തിന്റെ അച്ചടക്കം, മക്കളും അമ്മയുമായിട്ടുള്ള ബന്ധം, മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധം, ഈ ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദാസനും യജമാനനും. ഒറ്റ വാക്യം പറഞ്ഞു വേഗത്തിൽ കുടുംബത്തിൽ നിന്ന് കയറി വരാം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടുവിൻ. അടുത്ത വാക്യം ഇങ്ങനെയായിരുന്നു വരേണ്ടത്, ഭർത്താക്കന്മാരെ സകലത്തിലും ഭാര്യമാരെ കീഴ്പ്പെടുത്തുവിൻ. അല്ല, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഈ ബന്ധം എങ്ങനെയാ ദൈവപൈതലെ വീട്ടിൽ? നിന്റെ തലമുറ പെങ്കൊച്ചാണെങ്കിൽ ഒരു ഭാര്യ എങ്ങനെ ആകണമെന്നും ഒരു മാതാവ് എങ്ങനെയാകണമെന്നും അവളിലേക്ക് കൈമാറി കിട്ടുന്നത് നിന്നിൽ നിന്നാ. ഒരു ഭാര്യ എന്ന സങ്കല്പം നിന്റെ പെൺകുഞ്ഞിലോട്ട് പോകുന്നത് നീയായ ഭാര്യയിൽ നിന്നാ. ഒരപ്പൻ എങ്ങനെയാകണമെന്നും ഭർത്താവ് എങ്ങനെയാകണമെന്നും നിന്റെ കുഞ്ഞു പഠിക്കുന്നത് നീ എന്ന ഭർത്താവിൽ നിന്നും പിതാവിൽ നിന്നുമാ. പെന്തിക്കോസി ഡൈവോഴ്സ് വന്നെന്ന് പറഞ്ഞ് കരയണ്ട. വിശ്വസ്തമായ ഭാര്യ ഭർത്തൃബന്ധം എന്തെന്ന് അടുത്ത തലമുറ പഠിക്കേണ്ടിയിരുന്നത്, ആമേൻ, ദൈവദാസന്മാർ പഠിപ്പിച്ചു വിടേണ്ടതായിരുന്നില്ല. അത് കുടുംബത്തിൽ അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. കുടുംബത്തിന്റെ അകത്ത് ഇന്ന് രാത്രി അഴിച്ചുപണിയും അടുക്കും ചിട്ടയും വേണമെന്ന് ദൈവാത്മാ പറയുന്നെങ്കിൽ, തമ്മിൽ കലഹിച്ചും പ്രാർത്ഥിക്കാതെ പിണങ്ങിയും ഉറങ്ങുന്ന കുടുംബമാണ് നിന്നതെങ്കിൽ, എഫേസ്യ ലേഖനങ്ങളുടെ റാണിയാ. എന്താ ഇത് പറയാൻ മടിക്കാഞ്ഞേ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും സർവായുധ വർഗമിരിക്കുന്ന കലവറയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ആത്മീക ഭൗതിക നിലകളിലെ പണികൾ അടുക്കും ചിട്ടയോടും ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ആയുധങ്ങളുടെ കലവറകളിരിക്കുന്ന മുറിയുടെ വാതിൽ ദൈവാത്മാവ് തുറക്കുന്നത്. അതുവരെ തുറന്നില്ല. സർവായുധ വർഗം നിന്നെ അണിയിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി പണിയപ്പെടുന്ന മേഖലകൾ പണിയപ്പെടുന്നെങ്കിൽ നിന്നെ സർവായുധവർഗം ധരിപ്പിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തയ്യാർ. ഈ സർവായുധവർഗം അണിയിച്ചു നിർത്തിയിട്ട് തമ്പുരാൻ ചോദിക്കുന്നു, ആയുധവർഗം അണിഞ്ഞു നിൽക്കുന്ന പടയാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യുദ്ധം ചെയ്യാൻ ബലം വേണമെങ്കിൽ പ്രാർത്ഥനാ മുറി കയറ്. അതാ എഫേസ്യർ 6:18. ആകയാൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. കണ്ണുകളെ അടച്ചേ, മുഴങ്കാൽ മടക്കിക്കേ, തലകൾ വണക്കിക്കേ.
ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ തിരുഹിതത്തിൻ്റെ മർമ്മം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഈ വേളയിൽ അപ്പച്ചാ, അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം വീഴുന്നു. ആത്മമണ്ഡലത്തിൽ അധികാരമുള്ള പുത്രനായി, അധികാരമുള്ള സഭയായി, ദൈവിക അളവുകളിൽ പണിയുന്ന വിശുദ്ധ മന്ദിരമായി, ആത്മാവിൽ ശക്തി പ്രാപിക്കുന്ന അകത്തെ മനുഷ്യനായി, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി പണിയപ്പെടുന്ന ക്രിസ്തുവിലെ പുതുമനുഷ്യനായി, പിശാചിനിടം കൊടുക്കാത്തവനായി, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവനായി, ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുന്നവരായി, വിശ്വസ്തയായ ഭാര്യയായി, വിശ്വസ്തനായ ഭർത്താവായി, വിശ്വസ്തയായ അമ്മയായും, വിശ്വസ്തനായ പിതാവായി, വിശ്വസ്തനായ ദാസനായി, വിശ്വസ്തനായ യജമാനനായി, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുന്നവനായി, സർവായുധവർഗധാരിയായി, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയുള്ളവനായും മാറേണ്ടതിന് ഈ രാത്രി യേശുവേ അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കും. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിക്കാത്തൊരു വ്യതിയാനം എൻ്റെ കാഴ്ചപ്പാടുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ ആത്മീക ജീവിതത്തിൽ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന് യേശുപ്പാ അങ്ങയുടെ കരങ്ങളിൽ എന്നെ താഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാലും, പ്രാർത്ഥനയുടെ വരത്താലും, പ്രാർത്ഥനയുടെ അഭിഷേകത്താലും ഈ രാത്രി അവിടുന്ന് എന്നെ നിറയ്ക്കണമേ. എവിടെയോ നിയോഗങ്ങൾ മറന്ന് സഞ്ചരിക്കാൻ കഴിയാതെ പരാജിതനായി ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവേ അങ്ങയുടെ ആണിപ്പാടുള്ള കരം ഈ രാത്രി എൻ്റെ മേൽ വയ്ക്കണമേ. അറിവില്ലായ്മ കൊണ്ടും അഹന്ത കൊണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഓ സീഖാമാദനയന്ധനേരബൽഖനാദി, ദൈവികമായ രോഗസൗഖ്യം ഏത് നിമിഷവും വ്യാപരിക്കുന്ന ആമേൻ ക്രിസ്തുവിൻ്റെ ആമേൻ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു അവയവമായി എൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു തരാൻ ഈ രാത്രി കർത്താവിനെ സഹായിക്കണമേ. അന്യഭാഷയിൽ സംസാരിച്ചേ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. കരങ്ങൾ അടിക്കാതെ ഇന്ന് രാത്രി അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചേ. അല്പനേരം കൂടെ അന്യഭാഷയിൽ സംസാരിച്ചേ ദൈവമക്കളെ. അത് തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നതാണ്. അത് മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നതാണ്. അത് ദൈവം അറിയുന്നതാണ്. ആരവർത്തമനകൾ കർമ്മവേദികക്ഷാരികട്ടി കർമ്മവാദികട്ടി ചൂടൽ അതിച്ചാദിവർത്തി കട്ടവേദി കർമ്മം ധാരികട്ടിവേദി ചാരക്കട്ടവാദ. ഈ രാത്രി ചിലത് പൊട്ടിമാറട്ടെ. വചനത്തിന്റെ തീ ഹൃദയത്തിൽ വീണവൻ ഇന്ന് രാത്രി ആത്മാവിൽ സംസാരിക്കട്ടെ.
കുടുംബങ്ങൾക്കകത്തേക്ക് ആത്മാവിന്റെ തീ, തലമുറയുടെ മേൽ ആത്മാവിന്റെ പകർച്ച, യൗവനക്കാരുടെ മേലൊരു പുതിയ അഭിഷേകം, വിശുദ്ധിയുടെ ആത്മാവിന്റെ പകർച്ച, എല്ലാ നിരാശയും മാറട്ടെ, എല്ലാ കോപവും മാറട്ടെ, ക്രോധം മാറട്ടെ, കുറ്റാരവും മാറട്ടെ, ദൂഷണം മാറട്ടെ, ആസക്തികൾ മാറട്ടെ, പാപശക്തികൾ മാറിപ്പോകട്ടെ. വാജമേധമാന ഹർഷരാധനത്തി ആദഘട്ടവാദി വാദപക്ഷമാതി വേദകർമ്മവാദി ചൂടകൽഖമാന ഭക്ഷവേദി വർത്തിവാദി ഘട്ടി ചൂടവൽഖമാന ഘക്ഷ അധഗജാധനാദി അസ്തക്ഷരാധന ഘട്ടവാദി ഘക്ഷഭാദി ഘക്ഷം വാര അടജ പ്രബന്ധന ദുൽഖമന ഘക്ഷ രഗന്ധനാദിയ രഗധന പ്രവാദി വസ്തച്ചരാദിനി അടവത്തരച്ചനി തൽക്കമാക്ഷി അന്തനെ റീഗപ്രവാദി ഘക്ഷം വധിച്ചാരഘട്ടിം വധപ്രബന്ധനം അതിച്ചത്തികാടി ചരപ്രവർത്തന ദുൽഖപക്ഷവാദി കർമ്മവേദി ഭട്ടം വാദിഘട്ടം ജാരം ഉടവൽ കർമ്മവാദി വക്ഷവേദി കർമ്മധാരഘക്ഷവാദി അർമ്മധാരഘക്ഷവാദി ഘട്ടവാദ അതച്ചത്തിയത്തം വത്തിഘട്ടിം വാദി വാരവട്ടം വാദി ഖാനഘക്ഷം വാദി ചൂടവത്തിവാദി സാരധാര ഉടിപജാതന ഘടകൽ കർമ്മവാദി ഘടക സിയാലഗതന വൈഡ മനഗച്ചാര ദൽക്കമനഗത വൈഡാരഗത വർത്തപ്പാദി അന്തവരച്ചം ദലിഗജഘട്ടം ദലിവാലഗതം ജന്തലഗച്ഛം വതിവച്ചരകം ദൽക്കമനഗതം ദലഗച്ചരകം ധാരാവാദ സന്തലജാര ഗൂഢിപരാതി ദരഗാജഗരേ രഗരേ രഗജ രഗരേ മനയാ ദുലയാ ജഗന ദലഗാജനയ ദലയ പ്രബല രഗജേ രഗരേ നന്ദലജാനകരം ജലവാദിപരം ദലവേദപരം ദലവാദിപരം ദലവാദിപരക്ഷപരം ദലവാദി കർമ്മനഘട്ടച്ചാടി താരം ദേലം ചൂടബലം ദി തരബല ബൗഡ രഗതികരച്ച രംഗലഗൗഡ രഗതികരച്ച റീവാരാമ അംദലവാദി വത്തകരച്ച വത്തിപ്പാരി വാരാരാര ചുടിബലഗാദ രഗതികരാദ രഗതികരാദ രഗതികരക്കാരക്കലഗൗഡേ രഗതികരം ദ റീവാലം ബാലങ്കലഗൗഡ രഗതികരഖ രംഗലഗൗഡ രഗതികരച്ചീരാവ പ്രൗദേ ഉടിവലഗൗഡാരഗതികരം ദാരഗതികരം ധീരാധന വൈദേ മനകൽക്കാരാതൽക്കവരഗത വംശപ്പാരി വർത്തവടച്ചാലഗതികരം ദാരീബാബാവ ശാമനദാലം ദാലഗജാരം ധീരവലാദി ധൂരഗജാന ധീബാബാവ ജാനകദാരഗജാനകദേരകമാനകവേര ചാരകദാരി ചൂടവലാദി കാരകലത്തി ചാരവലന്തി തീവലഗൗഡേ ഹർമനദാരഗജാനകദാരഗജാനകവേരകമാനകദാരഗജൂതകരാജകരാതനവേദി വിരീതനദാരി ജൂഡബലാദി താരകജാര ദലജന്തകരം ദലവന്തുപരഞ്ജബലം ദലവന്തുപരക്ഷപരം ദലവർത്തുപരക്ഷകരത്തി കർമ്മനകട്ടി ചൂടം ദാലം ചുടാലകത്തരാദിനി അന്തൽഗമന ശംഭവർദ്ധന വദപ്രവതി രഗത്തരാധന സകലാലഗതനെ വന്തൽ കർമ്മവേല വിശ്വപ്രവാദി ആവർദ്ധക്കടാധന കവാരകട അരജാലഗതന വതിരിവിരികവദന ദുൽഖവരഗതന ഇടപ്രവന്ദന വതിച്ചാരഘട്ട അതിച്ചതലഘടക സംഭവലഗതന ഇടപ്രവസി രഗത്തനാദന സംഭവത്തന ഓ രാമാന സന്ദരാജന ദൽഖമനഘടക വൈഡപ്രവസി രഗച്ചരാധന ശമം വാദികക്ഷം വാദികർമ്മന്താരം ദുൽഖമാനകക്ഷം വധിച്ചത്തിനാദി രംഗലേദനെ
അടജനമനക രഗജനധനജ രഗതികരജന രഗതമനത രഗജനകരകഥ രഗജനധന ഉടവപ്രവദന വധിച്ചാരഘട്ട വധികർമ്മവാദി വടച്ചാരഘട്ടെ തിരുജലതല ദിവലകവന ധ്വരജലതല ഘടക ശംഭവലകഥന ഉദിരവല ഘടക അനഗജതല ഘടക രകൽക്കരാധന ഘടക ശംഭവലകഥന ഇടവൽക്കമന അംബവർദ്ധനാദി അനഘടകസ്യ അനഗജാന ഘടക അനഗജാതല ഘടക ശംഭവലകഥന വൈഡപ്രവൽക്കർമ്മ വരഗസ്കഥന വർദ്ധനാദിയ രകടകൽക്കരാദിനി ശംഭവലകഥന വൈഡപ്രവസി രാജാരാധ ഹസ്തജാരകഥന ീരവനാദകരം ശരകസ്തരവം തലവത്തരവശകരം തലവൽ ഘടകടക അക്ഷവരം തലവൽ ഘടക ശകരം തലവൽ ഘടക ക്ഷവരം തലവൽ ഘടക ക്ഷവരം തലവൽ കട്ടവരപ്പാര തീരപ്പാനം പാരം പാര ദീവപാരം ദീവപാരം ഉടവ പരവ 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 പരവൽ പവവ പാവ പാവ ദീവ വാവ സാദാ വാവ സീതാ വാവ ൂടാവാരാവാദാരാധാരേദാരേദാരേദാ ഹർഷകനാദകരം തരവല വല ശിതവല ഘടക ഉടവല വലവല ശിതവല ഘടകല ഘടക ത്വിരവല വലവല ശിതവല ഘടക ത്വിരവല വലവൽ ഘടകാരഗത ദിവല വലവ ഹതലാരഗത രഗതര ഘടക ത്വിരവരം ശരഹസ്തര വന്തല വൽഘടക അക്ഷകരം തര വൽഘട അക്ഷകരത്തര വൽഘടക അക്ഷകരം തര വൽഘട ഘടക ത്വിരവരം തല ഹത്തുര വന്തല വൽഘടക അക്ഷകരാധകരാധക അക്ഷവരത്തല വൽഘടക അക്ഷകരത്തര വത്തല വൽഘടക അക്ഷകരന്തല വൽഘടക അക്ഷവരത്തര പക്ഷവരത്തര വൽപവത്ത പക്ഷവരത്തം ഊട്ടക്കാര സത്തപ്പാര തീരപ്പാര ദീവ ബാബ ദീവ ബാബ ദീവ ബാ യെസ് ഓ യെസ് യെസ് ഓ ഊടവനാദകനം ശരഘടകാരഗദാരഗദരവലവസ്തരാദിയാന ഹൽപവാദിയും നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്ന് ഇന്ന് പകൽക്കാലം കടന്നത് ഇന്ന് പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷിത കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ പേരിൽ വ്യക്തമാണ് നന്ദിയിരിക്കും നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടാക്കിയ ഈ നല്ല രാത്രികാലവും കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ വിശേഷാൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഭക്തനെ കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക നമ്മുടെ ശുദ്ധ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ദൈവശബ്ദങ്ങളെ കർത്താവ് കേൾപ്പിച്ചല്ലോ നമ്മെ തന്നെ ഒന്ന് കാണുവാൻ നമ്മെ തന്നെ ഒന്ന് ഹല്ലിൽ കണ്ടുണരുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുക പുറമേയുള്ളൊരു ഭൗതികമായ വിടുതലല്ല അകമയുള്ള ആത്മീയ മനുഷ്യനൊന്ന് ബലപ്പെടേണ്ടതിന് ഹല്ലേലൂയ ക്രിസ്തു നമ്മിലൊന്ന് വസിക്കേണ്ടതിന് ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ വക്താവായി നിൽക്കേണ്ടതിന് ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ആത്മമണ്ഡലങ്ങളും ഭൗതിക തലങ്ങളിലും കർത്താവിൻ്റെ ഹല്ലേലൂയ പ്രതിരൂപങ്ങളായി കർത്താവിൻ്റെ അനുഗാമികളായിട്ടല്ല അനുകരിക്കുന്നവരായി കർത്താവിനെ ഹല്ലേലൂയ പാതയെ പിൻഗമിക്കുന്നവരായി തീരുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ സർവ്വായുധ വർഗ്ഗങ്ങൾ അണിഞ്ഞവരായി ആത്മാവിൽ എപ്പോഴും പോരാടുന്നവരായി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ചതുപോലെ ഈ ദിവസങ്ങൾ ആത്മാവിൽ ജയാളികളായി നിൽപ്പാൻ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിൽ ജയാളികളായി നിൽപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ഹല്ലേലൂയ പിന്നെ ഒരു വിശദീകരണം ആവശ്യമില്ല ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സ്പഷ്ടമായി നമ്മോട് സംസാരിച്ചല്ലോ നമ്മുടെ ഉള്ളങ്ങളെ ദൈവാത്മാവ് തൊട്ടിടപെട്ടല്ലോ കേൾക്കപ്പെട്ട എല്ലാ വചനത്തിനും നമ്മെ തന്നെ സമർപ്പിക്കുക വചനം സംസാരിച്ച കർത്തൃത്വത്തിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ഈ തലമുറയിൽ ശക്തിയോടെ കർത്താവ് കരങ്ങൾ എടുക്കുവാൻ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി അനേകരെ കർത്താവിനോട് നേടുവാൻ തൻ്റെ ഭക്തനെ കർത്താവ് കുടുംബമായി സഹായിച്ച് നടത്തുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം കർത്തൃപാദപടത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവദാസന്മാർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം പൂർണ്ണമായി വസിക്കുന്ന ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുവാൻ പിന്നെ കൃപയുടെ ആഴങ്ങളെ കർത്താവ് നമ്മെ ഇറക്കുവാൻ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം വിശേഷാൽ സെക്ഷനുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം കർത്തൃപുത്രന്മാരെ കർത്താവ് അധികാരത്തോടെ കരങ്ങൾ എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മോട് സംസാരിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിന് വിരുദാസൻ കെ എം ജോസ് സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിരത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നിൻ്റെ മക്കളും അവകാശികളുമായി ഹല്ലേലൂയ ജീവിക്കുവാൻ ജയജീവിതം നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെട്ട് ഹല്ലേലൂയ വരുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, പഴയ മനുഷ്യനെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഹല്ലേലൂയ ആത്മാവ് സംബന്ധമായി
ഹല്ലേലൂയ പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ച് ഹല്ലേലൂയ ജയ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നിന്റെ വിശുദ്ധ മന്ദിരമായി ഹല്ലേലൂയ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സ്ഥിരമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഭരിക്കുവാൻ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളെ ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഹല്ലേലൂയ ഒരു പുതിയ അഭിഷേകം ഹല്ലേലൂയ ഞങ്ങളുടെ പേര് പകരണമേ. ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ശക്തിയേറിയ ഒരു ഗ്രൂപ്പിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പ്രാർത്ഥനയിൽ പൗലോസിനെ പോലെ പോരാടുന്ന ഹല്ലേലൂയ പോരാളികളെ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നിന്റെ വിലയേറിദാസനെ കരങ്ങളിലെടുത്തതിനാലെ സ്തോത്രം. മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ കരങ്ങളിലെടുത്തതിനാലെ സ്തോത്രം. കേൾപ്പിച്ച വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ വിനയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പാടിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.